സിപിഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തു. ഇന്ന് ചേർന്ന സംസ്ഥാന കൌൺസിൽ ഏകകണ്ഠമായാണ് ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായിരുന്ന എ.പി. ജയനെതിരായ നടപടിയും സംസ്ഥാന കൌൺസിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ജയനെ കൌൺസിൽ യോഗത്തിലേക്ക് വിളിച്ചുവരുത്തിയിട്ടുണ്ട്. സെക്രട്ടറി തെരഞ്ഞെടുപ്പ് മുഖ്യ അജണ്ടയായിരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. ചർച്ച പോലുമില്ലാതെ കൌൺസിൽ നിർദ്ദേശം ഏകകണ്ഠമായി അംഗീകരിച്ചു. ഇതോടെയാണ് കാനം രാജേന്ദ്രന്റെ പകരക്കാരനായി ബിനോയ് വിശ്വം കേരളത്തിലെ സിപിഐയുടെ തലപ്പത്ത് അവരോധിതനായത്. 2 തവണ MLA-യും 1 തവണ മന്ത്രിയുമായിരുന്ന ബിനോയ് വിശ്വം പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ സെക്രട്ടറിയാകുന്നത് ഇത് ആദ്യമാണ്. ലോക യുവജന സംഘടനയുടെ തലപ്പത്തടക്കം പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റ് നേതാവ് വൈക്കം വിശ്വനാഥിന്റെ മകനാണ്. രാജ്യസഭാംഗം എന്ന നിലയിൽ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിനോയ് വിശ്വം സെക്രട്ടറി പദം ഏറ്റെടുത്തോടെ കർമ്മമണ്ഡലം കേരളത്തിലേക്ക് മാറ്റും. പരിസ്ഥിതി ആഭിമുഖ്യമുള്ള നേതാവ് എന്ന നിലയിലും ബിനോയ് വിശ്വം ശ്രദ്ധേയനാണ്. VS സർക്കാരിൻ്റെ കാലത്ത് വനമന്ത്രിയായിരുന്ന ബിനോയ് വിശ്വമാണ് സൈലന്റ് വാലി ബഫർ സോൺ പ്രഖ്യാപിച്ചത്. CPM-ന്റെ കടുത്ത എതിർപ്പിനെ മറികടന്നായിരുന്നു തീരുമാനം. കേരളത്തിലെ സംഘടനാ ചുമതല ഏറ്റെടുക്കുന്ന ബിനോയ് വിശ്വത്തിന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളി ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ചേരിതിരിവുകൾ പ്രകടമായ കേരളത്തിലെ CPI-യെ ഒറ്റക്കെട്ടായി നയിക്കുക എന്നതും വലിയ വെല്ലുവിളി തന്നെ. റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.